ഹലോ, ഇത് ആരുടെ ബർത്ത്ഡേ ആണ്? അമ്മുവും ആവയും ട്വിന്നിങ് ആണ്. ഗൈസ്, ആവയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആള് മിക്കവാറും ഞെട്ടും. അപ്പൊ ഞാനിന്ന് വെള്ളയാണ് സമാധാനത്തിന്റെ. അപ്പൊ ഇന്ന് എനിക്ക് സമാധാനമാണ്. നമ്മൾ ആവുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വിളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ആദ്യമായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഒരു വലിയ ബാഗ്. ആവാ ഗൈസ്, ഇന്ന് നമ്മുടെ ആവുമ്മയുടെ ബർത്ത്ഡേ ആണ്. ആവുമ്മ ഹാപ്പി ബർത്ത്ഡേ. കൊറേ കരഞ്ഞായിരുന്നു കേട്ടോ. സുന്ദരി പെണ്ണ്, സുന്ദരിയുടെ ബർത്ത്ഡേ ആണോ ഇന്ന്? എല്ലാരും നോക്കി അവിടെ ഉടുപ്പ് നോക്കി. ഉപ്പുപ്പ അമ്മ സ്പെഷ്യൽ ആയിട്ട് തെപ്പിച്ച ഉടുപ്പയാണേ. ഹലോ, ഇത് ആരുടെ ബർത്ത്ഡേ ആണ്? അതെ അതെ അതെ, അമ്മു ആക്ച്വലി പകുതി അങ്ങ് പോയി തിരിച്ചു വന്നതാണ്. അപ്പൊ ഇന്ന് അമ്മുവിന്റെയും രണ്ടാമത്തെ ബർത്ത്ഡേ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള 2 വർഷം നമ്മൾ ആവയ്ക്ക് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത 2 വർഷമാണ്. നമ്മൾ കാത്തിരുന്ന ആവിന്റെ ബർത്ത്ഡേ ആണ് അല്ലേടാ ആവു? അല്ലേ? അപ്പൊ അമ്മുന് എന്താണ് പറയാനുള്ളത്? എനിക്കും അതുപോലെയാണ്. കുക്കിരി ആയിട്ടിരിക്കണം, കളിപ്പിച്ച് കൊഞ്ചിപ്പിച്ച്. 4 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. 4 വയസ്സ് സത്യം. അത് കഴിഞ്ഞ ഇടിയാണ്. ആവാ 4 വയസ്സ് കഴിഞ്ഞാൽ എന്റെ തുരുതുരാന്ന് ഇടി മേടിക്കും. മനസ്സിലായോ? കുക്കിരിനെ നേർച്ച ഒന്നും ഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് നമ്മൾ വിളിച്ചെണീപ്പിച്ചേ. അമ്മുവും ആവയും ട്വിന്നിങ് ആണ്. ഭയങ്കര മാച്ചിങ് ആണ്. എല്ലാവർക്കും എന്റെ ഡ്രസ് ഒന്ന് കഴിച്ചു കൊടുക്കും സുഹൃത്ത് അവിടെ. അപ്പൊ ഞാനിന്ന് വെള്ളയാണ് സമാധാനത്തിന്റെ. അപ്പൊ ഇന്ന് എനിക്ക് സമാധാനമാണ്. മനസ്സിലായി? അതല്ല, അജുവിനെ കണ്ട നമ്മുടെ പാലയില കുഞ്ഞ് അബ്ഗാരി ചെക്കലും പോലെ ഇല്ലേ? അബ്ഗാരി കോൺട്രാക്ട്. അബ്ഗാരി പേര് മാത്രമേ കയ്യിൽ കാശ്. ആവുന്റെ ഉടുപ്പിയത്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അമ്മൂസേ, ഈ ഡ്രസ്, ഈ കളറ് സെലക്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞേ. നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേക്ക് ക്ലോത്ത് സെലക്ട് ചെയ്താൽ ഈ നോർത്ത് ഇന്ത്യയിൽ പുലിക്കളി കളിക്കുന്നവരുടെ പാന്റ് പോലെ ഉണ്ടല്ലോ. പെലോസ പാന്റാ? ജയന്റെ പാന്റ് പോലെ ഉണ്ട്. കാണിക്ക്. ഇത് എന്താണ് ഇതിങ്ങനെ? ഡാൻസ് കളിക്കാൻ പോകുന്നവരുടെ പാന്റ് ഞാൻ ഇതേപോലെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. കൊള്ളാം, രസമുണ്ട്. സത്യം പറഞ്ഞാലല്ലേ, നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണ്. പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു സെലിബ്രേഷന് അമ്മ ഭയങ്കര നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ തലേന്നോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് അന്നായിരിക്കും അമ്മ ഡ്രസ്സ് എടുത്തിരുന്നത്. ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് എന്താണ് പറ്റുന്ന അറിയാമോ? ഒന്നെങ്കിൽ ചേരൂല, ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കേറൂല. ഒരു പ്രാവശ്യം അയൺ ചെയ്തിട്ട് കേറിക്കളഞ്ഞ് ഒന്ന് കരഞ്ഞു വിളിച്ച് ഇന്ന് ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അതിന്റെ സമാധാനത്തിലാണ് ഞാൻ. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഓട്ടിക്കും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്നിപ്പോ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അല്ലേ അമ്മു? എവിടെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? എന്റെ ബേബി ഷവറോ? ബേബിക്ക് എനിക്കും പങ്കുണ്ട്. അപ്പൊ അവയുടെ ബേബി ഷവർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അബുദാബിയിൽ യാസ് റൊട്ടാനയിൽ വെച്ചിട്ടാണ്. അവിടെ നമ്മളൊരു റെസ്റ്റോറന്റിലാണ്. ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നല്ല റെസ്റ്റോറന്റ് ആണ്. ആവയ്ക്ക് മേടിച്ച ഗിഫ്റ്റ് ആണ്. കുഞ്ഞിരി ബ്രേസ്ലെറ്റ്. ഓ, നമുക്ക് തരൂല, തൊടാനും സമ്മതിക്കില്ല കേട്ടോ. വേണ്ട, കുക്കിരി ബ്രേസ്ലെറ്റ്. നല്ല ഒരുക്കങ്ങളിലാണ്. ഒരാൾ ഇത് ചാടി കയറി പ്രാമിനകത്ത് കയറിയിട്ടുണ്ട്. അമ്മുതി അവിടെ ഷൂ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണോ? അവനിപ്പോ നടക്കുന്നതാണ് ആക്ച്വലി ഇഷ്ടം കേട്ടോ. അപ്പൊ ഷൂ ഒക്കെ ഇട്ട് അവന്റെ ഷൂവിൽ ലൈറ്റ് കത്തുന്നകട്ടെ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ അവന്റെ ഷൂവിൽ ലൈറ്റ് കത്തൂല്ലോ. ഭയങ്കര വാശി. അപ്പൊ കഴിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് യാസ് ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അബുദാബിയിലെ ഒരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. അബുദാബിയിൽ കുറെ ഐലൻഡ്സ് ഉണ്ട്. അവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റെസ്റ്റോറന്റ് കഴിഞ്ഞ നമ്മുടെ ആവുവിന്റെ ബേബി ഷെയർ ഒക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ തന്നെ വീണ്ടും പോവാണ്. 2 വർഷത്തിന് ശേഷം ആവു വന്നപ്പോഴത്തേക്ക് നമ്മൾ സെയിം സ്ഥലത്തോട്ട് പോവാണ്. അപ്പൊ ഗൈസ്, നമ്മൾ യാസ് പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ ഹോട്ടൽസ് ഉണ്ട്. ക്രൗൺ പ്ലാസ, പിന്നെ ഇവിടെ ആയിട്ട് ഹോട്ടലുണ്ട്. നമ്മൾ ആ ഹോട്ടലിലോട്ടാണ് ആക്ച്വലി പോകുന്നത്. അപ്പൊ അബുദാബിയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ യാസ് പ്ലാസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ യാസ് ഐലൻഡ് മറ്റേ യാസ് പാർക്കിലൊക്കെ ഫ്രീ ആയിട്ട് ടിക്കറ്റ്സ് ഒക്കെ കിട്ടും. അവ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവ വരുന്നുണ്ടോ? കാറ്റ് വരുന്നുണ്ടോ? നമ്മൾ കാർ അവിടെ വാലേ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പാർക്ക് ചെയ്തത്. കേറിക്കോ. വാ 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 വാ. അവ മമ്മീന്നാണ് വിളിക്കണത്. എപ്പോഴും മമ്മീന്നോട്ട് വിളിച്ചു തുടങ്ങി. ഹായ്. അവിടെ പേട്ടിയാണ്. മതി അകത്ത് കയറി ലൈറ്റൊക്കെ കണ്ട പന്തം വിട്ട് നിൽക്കുകയാണേ. ഇതാരാ? നന്ദു അങ്കിൾ. നന്ദുവിന് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഇവർ രണ്ടുപേരും കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. നന്ദു ആൻഡ് സാൻഡ്ര.
ഇവരുടെ കല്യാണം എവിടെ വെച്ചിട്ടായിരുന്നു? കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു. ഹലോ, എവിടെ ഇത് എന്തോന്ന് പാൻഡറാ ഇത്? കിടിലം പാൻഡല്ലോ. ഹായ് കിഹാര. ഹാപ്പി ബർത്ത്ഡേ ഫാദർ. ആ താങ്ക് യു. ആളുടെ ഫ്രണ്ട്സ് ഒക്കെ എത്തി. കരയരുത്, പിടിച്ചു നിൽക്കണം. ബർത്ത്ഡേ ആണ്. താങ്ക് യു. ഒരു സെക്കൻഡ്, കേക്ക് കൊണ്ടുവന്നതിന് താങ്ക് യു. താങ്ക് യു. അവിടെ കേക്ക് വന്നിട്ടുണ്ട്. അവിടെ കേക്ക്. ഹലോ, ഹായ് ഹായ്. ബഡി ആർവി എത്തിയിട്ടുണ്ട്. ഹസി ഹായ്. അവ പേടിച്ച് നിൽക്കുകയാണ് എല്ലാരും കണ്ടിട്ട്. ഇതാണ് കിഹാര. കിഹാര പോളണ്ടിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. പോളണ്ട് പാസ്പോർട്ട് കിട്ടിയോ? വിമലും ജ്യോതിയും വന്നിട്ടുണ്ട്. 2 ചട്ടമ്പികൾ ദേവയ്ക്ക് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പിടിച്ച് Hello, this is Ravi. Hello, hi. Hi. Thank you. Hi, how are you? Good, thank you. How are you? Appo guys. എല്ലാരും വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബർത്ത്ഡേക്കും ഇവരെല്ലാരും കാണും. ഒരു പുതുമുഖം മാത്രമുണ്ട്. ഇതാണ് കണ്ടല്ലേ? ബാക്കിയെല്ലാം അതേ ആൾക്കാരാണ്. എല്ലാം പഴയ ആൾക്കാരാണ്. കണ്ടില്ലേ? വയസ്സായവരാണ്. അവിടെ ഒരു ഹോട്ട് സീറ്റ് ഉണ്ട്. കൂട്ടത്തില് ഏറ്റവും ഏജ് ആയിട്ടുള്ള ആൾ വേണം ആ സീറ്റ് ഇരിക്കാനായിട്ട്. ഇവരിൽ 2 ആളാണ്. ഓ വാവ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഗൈസ്, നമ്മൾ അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കയറിയിരിക്കുകയായിരുന്നു. അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ശരിക്കും എൻജോയ് ചെയ്ത്. കുറച്ചുപേരും ഉണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. ആവ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആവയ്ക്ക് കുറെ ടോയ്സ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് ആള്. ഇനി നാളെ നമുക്ക് എല്ലാം കൂടി ഇരുന്ന് അൺറാപ്പ് ചെയ്യണം അല്ലേ ആവ? ഹലോ ഗൈസ്. ഹലോ, എന്താണ് ഇവിടെ രണ്ടുപേരും കൂടെ ബഹളം? കുറെ ആയല്ലോ. ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള തിരക്കിലാണ്. സന്തോഷം കണ്ടോ? ആവുമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ആവുമ്മക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയല്ലോ. നമ്മൾ ആവുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വിളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഇന്നലെ നമ്മള് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര ലേറ്റ് ആയി, ടയർഡ് ആയി പോയി. പിന്നെ കിടന്ന് ഉറങ്ങി. അപ്പൊ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ആക്ച്വലി ബർത്ത്ഡേ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കാണിച്ചു തരാവേ. ആദ്യമായിട്ട് ഇതേ അച്ചുബി ആവുന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആണ്. കാണിച്ചേമു. ഇതാണ് ഒരു കുഞ്ഞു കുക്കിരി ബ്രേസ്ലെറ്റ്. ആവ് പിടിച്ചു നോക്കണുണ്ടോ? നമ്മൾ തൊടാനോ സമ്മതിക്കില്ല. ഇപ്പോഴേ എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞു ഗൈസ്. ആദ്യമായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഒരു വലിയ ബാഗാവാ. ഈ വീട് മൊത്തം ഇപ്പൊ അവിടെ സാധനങ്ങളാണ്. ഇത് അവിടെ സൈക്കിള്, അവിടെ ടോയ്സ്. ഇത് നോക്കിയേ, അവിടെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡോളാണ്. ഇതെനിക്കറിയാം. ഈ ബൊമ്മേനെ നമുക്ക് സ്റ്റോളിലിടാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഹായ് അവ. കണ്ട, ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഓ, തള്ളിക്കൊണ്ട് കെയർഫുൾ ആയിട്ട് കൊണ്ടുവരാണ്. ബേബി
ബേബിയുടെ പതുക്കെ ബേബി താഴെ വീഴും. ഓ ബേബിയുടെ കാല് താഴെ പോയി. ഇഷ്ടം എന്റെ മുത്തിന് ബേബി. ഹായ് ഹായ്. ഇത് നെക്സ്റ്റ് ഗിഫ്റ്റ് ആണ്. ഇത് ഉണ്ണി ആദ്യം കൂടെ കഷ്ടപ്പെട്ട് റാപ്പ് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. അടിപൊളി. ആവാ ആവാ ഉപ്പ നോക്കിയേ. അമ്മു ആക്രാന്തം പിടിച്ച് പൊളിക്കുകയാണ്. വാവ് ഇത് കിടു. അത് അതിലും കിടു. കുട്ടി സ്കേർട്ടും അടിപൊളി. ഇവിടെ കാണിച്ചേ. നല്ല ഡ്രസ്സാ. ഓപ്പൺ ചെയ്തായിരുന്നു. ഒരു പാന്റും ഒരു ടോപ്പും. അടിപൊളി. റെഡ് ടോപ്പ്. സൂപ്പർ. ദെൻ ഒരു ഫ്രോക്ക്. അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. സൂപ്പർ. കുറെ ഡ്രസ്സായി. 1 2 3 4 5 ഡ്രസ്സായി ഓൾറെഡി. ഇത് അർജുൻ കൊണ്ടുവന്നെയാണ്. ഇത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അടിപൊളി പാക്കേജിംഗ് ആണ്. അമ്മ എടുക്കട്ടെ. അമ്മ പിന്നെ എടുക്കട്ടെ. ഇത് അർജുൻ നമുക്ക് പണി തന്നെയാണ്. പണ്ട് അർജുന്റെ കൊച്ചിന് നമ്മള് ഇതേപോലത്തെ ടോയ്സ് മേടിച്ചിട്ട് പോയെ. അപ്പൊ എപ്പോഴും പറയടാ വീട്ടിൽ സ്ഥലമില്ല വെക്കാനായിട്ടൊന്ന്. ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് സെറ്റ് ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ നമ്മള് ക്രൂസ് ഷിപ്പ് ഐലൻഡ് എന്തൊക്കെയോ ആണ്. ഐലൻഡ് ആണ്. അത് ലെറ്റ്സ് ലൈക്ക് ക്രൂസ് ഷിപ്പ് ആൻഡ് ഐലൻഡ് ആണ്. മേക്ക് ഫോർ മേക്ക് ബിലീവ്. ഇതാണ് ഐറ്റം. അറിയാ അർജുനെ നിനക്കുള്ള പണി വരുന്നുണ്ടാക്കി. അപ്പൊ ഗൈസ് അടുത്ത ഗിഫ്റ്റിലോട്ട് പോവാണ്. മലബാർ ഗോൾഡിന്റെ ഒരു ബാഗ് ആണ്. ഇത് ആരാ മേടിച്ചെന്ന്? ഇത് അഫ്സു സുമി കെഹു. സ്പെഷ്യൽ ഫ്രം അയ്യോ കെഹാര എഴുതി ഗ്രീറ്റിംഗ് കാർഡ്. ഇതാണല്ലേ? അപ്പൊ വായിക്കട്ടെ. ഓക്കേ. കെഹാര ചേച്ചി തന്നെ. അമ്മയുടെ കൊടുത്തേ. അമ്മ ഗുഡ് ഗേൾ. യേ ഇങ്ങോട്ട് തന്നെ ഗ്രീറ്റിംഗ് കാർഡ്. വാവ് ഇങ്ങ് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ആവ വിത്ത് ലവ് കെഹാര. താങ്ക് യു കെഹാര. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഈ പച്ച ഇട്ടേക്കണ കെഹാരയും കൊച്ചത് മേടിച്ചോണ്ട് പോയി. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കെഹാരയുടെ ഗിഫ്റ്റ്. ബ്രേസ്ലെറ്റ് ആണേ. കെഹാര മേടിച്ചെന്ന ഗിഫ്റ്റ് ആണ്. അടിപൊളിയല്ലോ. ഇത് അമ്മ അടിച്ച് മാറ്റി അമ്മ എത്തുന്നുണ്ട്. വേറൊരു കവറും കൂടി ഉണ്ട്. അതും മലബാർ ഗോൾഡിന്റെ ആണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതാരാ മേടിച്ചെന്ന അമ്മു? അടിപൊളി. മൈനെന്ന് എഴുതിയൊക്കെയാണേ. ഇയറിങ്സ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. വാവ്. അപ്പൊ അമലേട്ടനും ഹണി ചേച്ചിയും ആർണവും ഹസിയും മേടിച്ചെന്ന ഗിഫ്റ്റ് ആണ്. സൂക്ഷിച്ചു വെച്ചോ. ഓക്കെ. ഈ ഗോൾഡൊക്കെ ആവ ശേഖരിച്ച് വെച്ചില്ലെങ്കിൽ അമ്മ എല്ലാം എടുത്തോണ്ട് പോകും. ഇങ്ങനെയൊക്കെ പറയും ചെയ്യും. ആവയുടെ വിഷുക്കായി നീട്ടം മൊത്തം എടുത്ത് ചെലവാക്കി അമ്മു കള്ളി. എന്റെ അടുത്ത് പറഞ്ഞത് ആവുവിന്റെ കാശും വിഷുക്കായി നീട്ടമൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ആവുന് കൊടുക്കും. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അതൊക്കെ എടുത്ത് തീർത്തിരിക്കണ്. ഇത് ഡയലോഗാണ്. ആവുന്റെ ഗോൾഡൊക്കെ അമ്മുവിന്റെ കസ്റ്റഡിയിലാണ് ഗൈസ്. കണ്ടാ ചിരിയണ്ട. നെക്സ്റ്റ് സൈക്കിള്. ഇതേപോലത്തെ ഒരു സൈക്കിൾ ഇവിടെ ഉണ്ട്. നന്ദു മേടിച്ചതാണ്. നന്ദു താങ്ക് യു സോ മച്ച്. നമ്മുടെ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഓപ്പൺ ചെയ്തോ. ഓ മൈ ഗാഡ്. ഇത് സൈക്കിളാ. ഇത് ആക്ച്വലി സൈക്കിൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ മോഡലല്ല. കുറച്ച് ഇങ്ങനെ ഇരുത്തിയിട്ട്. അതെങ്ങനെ മനസ്സിലായി സൈക്കിളാണെന്ന്? ആ ചേച്ചി പറഞ്ഞു. ഓഹോ. ഞാൻ ഇപ്പൊ പൊട്ടിച്ചെല്ലി ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് സത്യം ഈ വീട്ടിൽ മൊത്തം ചപ്പുചാർ ഐറ്റംസ് പറഞ്ഞ് നടന്നിട്ടുണ്ട്. ആവയുടെ ടോയ്സ് മാറ്റ് ഇത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആക്ച്വലി വളരെ കുറച്ച് ടോയ്സ് മേടിക്കാറുള്ളൂ ആവയ്ക്ക്. പണ്ടൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമുക്ക് ആഗ്രഹമില്ല ഒരുപാട് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ ഞാൻ വിചാരിക്കും ആവയ്ക്ക് കുറെ മേടിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ വീട് നിറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. അപ്പൊ ഗൈസ് ഇതായിരുന്നു ആവയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ കുക്കിരിക്ക് 2 വയസ്സായി. ഇനി അങ്ങോട്ട് ഓട്ടം ചാട്ടം ആയിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യുന്ന അമ്മു പഠിച്ചോണം. ഇനി ആവനക്ക് ഡേ കെയറിൽ ചേർക്കണം. എന്റെ ഭഗവാന് ലൈഫ് മാറാൻ വേണ്ടി പൊണിനി തൊട്ട് അമ്മു രാവിലെ 5 മണിക്കൊക്കെ എണീക്കുന്നതായിരിക്കും. അമ്മു എണീച്ച ഓട്ടോമാറ്റിക്കലി എന്നെ കുത്തി എണീക്കും. ഞാൻ മിക്കവാറും ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ആവും. അമ്മു അവയും കൂടെ അവിടെ കിടക്കുന്നതായിരിക്കും. വന്നപ്പോൾ ഞാൻ ആ റൂമിൽ കേട്ടില്ല. അന്ന് ചെയ്ത പ്രാക്കിന്റെ ഇത് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല.
പക്ഷെ നമ്മൾ ഓരോ നമ്മുടെ മൊമെന്റ്സും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ അവിടെ ഗ്രോത്തും നമ്മൾ അത്ര എക്സൈറ്റഡോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്, കുറെ വ്ളോഗ്സ് ചെയ്യാനുണ്ട്. ഇനിയൊക്കെ ആവ സ്ലോലി വ്ളോഗിൽ ആക്റ്റീവ് ആവും. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അമ്മൂനെ വിളിക്കാറില്ല. ആവ എന്ന് പറഞ്ഞാൽ ആവ പതുക്കെയൊക്കെ എടുത്തോണ്ടൊക്കെ വരും അല്ലേ? ആ സ്റ്റേജിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മൂനെ നാട്ടിലോട്ട് വിട്ടാലെന്ന് ആലോചിക്കണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി വ്ളോഗ്സ് ആയിട്ട് അമ്മും ആവയും ഞാനും വരുന്നതായിരിക്കും. Until then we are signing off. Bye. Tada.